Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കോ കമാൻഡിനെ കുറിച്ചിട്ടാണ്. അതിന് മുന്നേ വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. ഇൻ ലിനക്സ്, വേരിയബിൾസ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ആൻഡ് ആർ എ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ഷെൽ സ്ക്രിപ്റ്റിംഗ്. വേരിയബിൾസ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. നമ്മുടെ ഷെൽ സ്ക്രിപ്റ്റിന്റെ മെയിൻ പാർട്ടാണ് വേരിയബിൾസ്. നമുക്ക് എന്തൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യാം? നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാം, സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യാം, നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഫയൽ പാത്ത് സ്റ്റോർ ചെയ്യാം. അതായത് നമ്മുടെ വേരിയബിൾ പറയുന്ന ഒരു കണ്ടെയ്നർ പോലെ ആക്ട് ചെയ്യും. നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിൽ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്തോളൂ. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് വേരിയബിൾസ്. നമുക്ക് അതിന്റെ അകത്ത് എന്തൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും? നമുക്ക് സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യാം. സ്ട്രിങ്സ് പറഞ്ഞാൽ ഹായ്, ഹലോ, വിനായക് പി ജി, വേർ ആർ യു, വെൽക്കം ടു ദി ന്യൂ വേൾഡ്. നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാം, 20, 25, അല്ലെങ്കിൽ ഫയൽ പാത്ത് സ്റ്റോർ ചെയ്യാം. അതിനൊക്കെയാണ് വേരിയബിൾസ് യൂസ് ചെയ്യാം. ഇനി എക്കോ കമന്റ് എന്താന്ന് നോക്കാം. എക്കോ കമന്റ് പറഞ്ഞാൽ നമുക്ക് ടെർമിനലിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എക്കോ കമന്റ് യൂസ് ചെയ്യാം. നമ്മുടെ ഒന്നിൽ കൂടുതൽ കമന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു .sh ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഒക്കെ പ്രിന്റ് ചെയ്യണമെങ്കിലും എക്കോ കമന്റ് യൂസ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും നമുക്ക് ടെർമിനലിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിനാണ് എക്കോ കമന്റ് യൂസ് ചെയ്യുക. ഇറ്റ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ടെക്സ്റ്റ് ഓർ വേരിയബിൾസ് ഇൻ ദി ടെർമിനൽ. നമുക്ക് ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ വേരിയബിൾസ് പ്രിന്റ് ചെയ്യിക്കാം. ഞാൻ തൊട്ട് മേലെ പറഞ്ഞു വേരിയബിൾസിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാം, നമ്പർ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രിങ്സ് സ്റ്റോർ ചെയ്യാം. ആ സ്റ്റോർ ചെയ്തത് നമുക്ക് അതും പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എക്കോ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യിക്കണമെങ്കിലും എക്കോ യൂസ് ചെയ്യാം ടെർമിനലിൽ. അല്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട്, ഒരു ഫയലിന്റെ ഔട്ട്പുട്ട് ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്യിക്കണമെങ്കിലും എക്കോ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്കോ ബേസിക്കലി യൂസ് ചെയ്യാൻ ജസ്റ്റ് എക്കോ ടൈപ്പ് ചെയ്യുക, അതാണ് കമന്റ്. അതിനുശേഷം ജസ്റ്റ് ഹായ് അടിച്ചു കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് എക്കോ ഹായ് കിട്ടി. ഇനി എക്കോ ടൈപ്പ് ചെയ്തതിനു ശേഷം എക്കോ ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഹായ് കൊടുത്തു, അതിനുശേഷം ഹലോ കൊടുത്തു. ജസ്റ്റ് ടൈപ്പ് കൊടുത്താൽ ഹായ് ഹലോ പ്രിന്റ് ചെയ്തു. ഞാൻ ഇതേ സാധനം തന്നെ കുറച്ചധികം സ്പേസ് കൊടുത്തു മനസ്സിലാൻ വേണ്ടിട്ട്. ഇപ്പൊ എന്താ കിട്ടിയത്? ഹായ് ഹലോ തന്നെ പ്രിന്റ് ചെയ്തു. പക്ഷെ ഈ ഒരു മൊത്തം സ്പേസിന് വേണ്ടിട്ട് ഒറ്റ ഗ്യാപ്പ് ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അത് കംപ്ലീറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ, സ്പേസും കൂടി കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഡബിൾ കോട്ടോ അല്ലെങ്കിൽ സിംഗിൾ കോട്ടിന്റെ അകത്ത് കൊടുക്കുക. ഹായ് കൊടുത്തു, അതിനുശേഷം ഹലോ കൊടുത്തു. ഇനി ജസ്റ്റ് എന്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹായ് കിട്ടി. അതിനുശേഷം ഇതിന്റെ അകത്ത് എത്രയാണോ കറക്റ്റ് സ്പേസ്, അതേ സ്പേസിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഒന്നെങ്കിൽ ഡബിൾ കോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ കോട്ടിൽ കൊടുക്കാൻ പറ്റും. ഹായ് ഹലോ സിംഗിൾ കോട്ടിലും കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഇതിനാണ് എക്കോ യൂസ് ചെയ്യുക. ഇനി നമ്മൾ എക്കോ യൂസ് ചെയ്തു, അതിനുശേഷം ഡബിൾ കോട്ടിൽ ഹായ് കൊടുത്തു, അതിനുശേഷം കുറച്ച് സ്പേസ് കഴിഞ്ഞിട്ട് അടുത്ത ഡബിൾ കോട്ട് കൊടുത്തു, അതിനുശേഷം ഹലോ പ്രിന്റ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് എന്റർ അടിച്ചു കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹായ് ഇത് 2 ഡബിൾ കോട്ടിന്റെ അകത്താണ്, പിന്നത്തെ ഡബിൾ കോട്ട് സ്റ്റാർട്ട് ആയത്. പക്ഷെ നമ്മുടെ എക്കോ കമന്റിന്റെ അവസാനിക്കണമെങ്കിൽ വീണ്ടും ഡബിൾ കോട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഡബിൾ കോട്ട് കൊടുത്തിട്ട് ജസ്റ്റ് എന്റർ അടിച്ചു കൊടുത്താൽ നമുക്ക് ആദ്യത്തെ ഔട്ട്പുട്ട് ഹായ് പ്രിന്റ് ചെയ്തു. പിന്നത്തെ ഈ ഒരു സ്പേസിന് മൊത്തത്തിൽ ഒരു സ്പേസ് വരില്ലോ. നമുക്ക് ഹായ് ഹലോ ഒരുമിച്ച് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒന്നും ഇങ്ങനെ കൊടുക്കാം, എക്കോ ഡബിൾ കോട്ട് ഹായ്, വീണ്ടും അവിടെ തന്നെ ഡബിൾ കോട്ട് അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് ഹലോ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹായ് ഹലോ കൂടിയിട്ട് ഒരുമിച്ച് പ്രിന്റ് ചെയ്യും. നമ്മൾ ഇവിടെ എത്രയാണ് സ്പേസ് കൊടുക്കുന്നത് അതിന് ആ ഒരു ഗ്യാപ്പ് ഇവിടെ വരില്ലോ. ഹായ് ഹലോ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഡബിൾ കോട്ടിന്റെ അകത്തും കൊടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ കോട്ടിന്റെ അകത്തും കൊടുക്കാം. കണ്ടാ, ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. കേട്ടാ, ഈ ഒരു കംപ്ലീറ്റ് ഗ്യാപ്പിന് ഒറ്റ ഗ്യാപ്പ് വന്നില്ല. നമുക്ക് ഗ്യാപ്പേ വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഹായ് ഹലോ ഒരുമിച്ച് കിട്ടും. ഇതാണ് നമുക്ക് എക്കോ കമന്റ് വെച്ചിട്ട് നമുക്ക് ടെർമിനലിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പൊ ഡബിൾ കോട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഈവൻ നമ്പർ ഓഫ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോ എക്കോ കൊടുത്തു, എക്കോ കമന്റ് കൊടുത്തിട്ട് ഞാനിപ്പോ വെൽക്കം പ്രിന്റ് ചെയ്യാണ്. വെൽക്കം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? വെൽക്കം പ്രിന്റ് ചെയ്യും. അതിനുശേഷം ന്യൂ ലൈനിലാണ് ഈ ഒരു അടുത്ത യൂസർ ടെർമിനലിന്റെ ഈ ഒരു ലൈൻ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ന്യൂ ലൈൻ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ എക്കോ -n പറഞ്ഞിട്ടുള്ള കമന്റ് ഉണ്ട്. -n പറഞ്ഞിട്ടുള്ള കമന്റ് ടൈപ്പ് ചെയ്യുക. അതായത് ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ കൊടുത്തതിനു ശേഷം ജസ്റ്റ് നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യുന്നത് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എന്റർ അടിച്ചു വരിക. അപ്പൊ എന്താ കിട്ടി? നമ്മുടെ ഔട്ട്പുട്ട് ഈ ഒരു ലൈൻ കിട്ടി. ആ ട്രെയിലിംഗ് ന്യൂ ലൈൻ അവോയ്ഡ് ചെയ്തു. അതായത് അടുത്ത ടെർമിനലിന്റെ ഈ ഒരു ലൈൻ, ആ ലൈനും അവിടെ തന്നെ പ്രിന്റ് ചെയ്തു. അതിനാണ് എക്കോ -n യൂസ് ചെയ്യുക. അപ്പൊ കണ്ടോ, മനസ്സിലായ? എക്കോ -n കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിലിംഗ് ന്യൂ ലൈൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതേ ലൈനിൽ തന്നെ ഔട്ട്പുട്ടും കിട്ടും, അതേ ലൈനിൽ തന്നെ വീണ്ടും ടെർമിനലിന്റെ ലൈനും കൂടി കിട്ടും. അതിനാണ് -n യൂസ് ചെയ്യുക. ഇനി വേരിയബിൾ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ യൂസ് ചെയ്യുക. ഞാനിപ്പോ എന്റെ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നെയിം കൊണ്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ നമ്മുടെ വേരിയബിൾ കൊടുത്തതിനു ശേഷം സ്പേസ് കൊടുക്കാൻ പാടില്ല. സ്പേസ് കൊടുത്താൽ എറർ കിട്ടും. ജസ്റ്റ് സ്പേസ് കൊടുക്കാണ്ട് അപ്പൊ തന്നെ ഈക്വലും കൊടുക്കുക. അതിന് ശേഷം തന്നെ നമുക്ക് നെയിം എന്താ സ്റ്റോർ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പൊ വിനായകാണ് സ്റ്റോർ ചെയ്യുമെങ്കിൽ വിനായക് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് ആ കൂട്ട് അവസാനിപ്പിക്കുക, ജസ്റ്റ് എന്റർ അടിക്കുക.
അപ്പൊ നെയിം കൊണ്ടുള്ള വേരിയബിളിലായി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എക്കോ നെയിം ടൈപ്പ് ചെയ്യുക. അപ്പൊ എന്താ ടൈപ്പ് ചെയ്യുക? നെയിം ആണ് ടൈപ്പ് ആവണം. എക്കോ ഇതിന്റെ അകത്ത് ടൈപ്പ് ചെയ്താലും നെയിമിനെ ടൈപ്പ് ചെയ്യുക. അപ്പൊ നെയിം ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നെയിമ ടൈപ്പ് ചെയ്യുക. അതിപ്പോ വലിയ വ്യത്യാസമില്ല. പക്ഷെ എക്കോ ഡോളർ സിമ്പിൾ ഉണ്ട്. ഡോളർ സിമ്പിൾ കൊടുത്തിട്ട് ഞാൻ നെയിം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ നെയിം എന്നത് വേരിയബിളിന്റെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡോളർ സിമ്പിൾ കൊടുക്കുന്നത്. അപ്പൊ വേരിയബിളിന്റെ അകത്ത് എന്താണുള്ളത്? നെയിം ഈക്വൽ ടു വിനായക്. അപ്പൊ ഈ ഒരു വേരിയബിളിന്റെ അകത്ത് വിനായകാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ ഡോളർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഈ നെയിമിന്റെ അവിടെ മാറിയിട്ട് വിനായക് എന്നുള്ളതായിരിക്കും. കണ്ടാ, നെയിം ഈക്വൽ ടു വിനായക്. ദിസ് ക്രിയേറ്റ്സ് എ വേരിയബിൾ നെയിം. എ വേരിയബിൾ നെയിംഡ് നെയിം, അതായത് വേരിയബിൾ പറഞ്ഞിട്ടുള്ള നെയിം പറഞ്ഞിട്ടുള്ളത് ക്രിയേറ്റ് ആവും. ദി വാല്യൂ ഓഫ് ദി വേരിയബിൾ ഈസ് വിനായക്. അതായത് ഈ നെയിം എന്ന വേരിയബിളിന്റെ വാല്യൂ പറഞ്ഞാൽ വിനായകാണ്. ഇൻ ബാഷ് there should not be passed around when you assign a variable. അതായത് നമ്മൾ ഞാൻ വേറൊരു പേര് സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ നെയിം 2 പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്തിരിക്കുക. അപ്പൊ സ്പേസ് കൊടുത്തു. സ്പേസ് കൊടുത്തിട്ടാണ് വിനു പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്തു. അപ്പൊ ഒരു എറർ കിട്ടുക. കണ്ട, നമ്മളൊരു സ്പേസ് കൊടുക്കാൻ പാടില്ല. എങ്ങനെ കൊടുത്താലും എറർ കിട്ടും. അതിന് പകരം ഞാൻ ഇപ്പൊ ഇവിടെ സ്പേസ് കൊടുത്തു, ഇവിടുത്തെ സ്പേസ് കളഞ്ഞു, അപ്പോഴും നമുക്ക് എറർ കിട്ടുക. കണ്ട, ഇങ്ങനെ കൊടുത്താലും എറർ കിട്ടും, ഇങ്ങനെ കൊടുത്താലും എറർ കിട്ടും. നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ നെയിം 2 കൊടുത്തു, അതിനുശേഷം ഈക്വൽ ടു കൊടുത്തു, സ്പേസ് കൊടുക്കാണ്ട് കറക്റ്റ് എല്ലാം അടുപ്പിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റോർ ആവുള്ളൂ. ഞാൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ ഡോളർ സിമ്പിൾ കൊടുക്കുക, അതിനുശേഷം വിനു പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത എക്കോ വിനു അല്ല, നമ്മുടെ വേരിയബിൾ നെയിം എന്താ? നെയിം 2 ആണ്. വിനു പറഞ്ഞിട്ട് ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നെയിം 2 പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്താൽ നമുക്ക് വിനു കിട്ടും. ജസ്റ്റ് എക്കോ നെയിം 2 പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്താൽ അതന്നെ പ്രിന്റ് ചെയ്യും. കാരണം ജസ്റ്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതേ പ്രിന്റ് ചെയ്യിക്കുള്ളൂ. ഡോളർ സിമ്പിൾ കൊടുത്താലാണ് അങ്ങനെ ഒരു വേരിയബിൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നെയിം 2 പറഞ്ഞിട്ട് വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ആ വേരിയബിളിന്റെ അകത്തുള്ളത് വിനു ആണ്, അത് ഡിസ്പ്ലേ ചെയ്തു. കേട്ടോ, അപ്പൊ ഈ ഒരു ഇത് ശ്രദ്ധിക്കുക. നമ്മുടെ ബാഷ് ലിനക്സ് there should not be space around. അതായത് ഈ ഒരു ഈക്വൽ ടുന്റെ തൊട്ട് സൈഡിലായിട്ട് സ്പേസ് കൊടുക്കാൻ പാടില്ല. when you assign a വേരിയബിൾ കൊടുക്കുമ്പോൾ സ്പേസ് കൊടുക്കാൻ പാടില്ല. അതായത് കറക്റ്റ് ആയിട്ട് നമ്മൾ വേരിയബിൾ കൊടുക്കുമ്പോൾ വേരിയബിളിന്റെ നെയിം കൊടുക്കുക, അപ്പൊ തന്നെ ഈക്വൽ ടു കൊടുക്കുക, അപ്പൊ തന്നെ നമുക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രിങ് പറഞ്ഞിട്ടുള്ള വേരിയബിൾസ് ആണ്. എനിക്ക് നമ്പർ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടി നമ്പർ 45 പറഞ്ഞിട്ടുള്ള വേരിയബിൾ. അപ്പൊ ഞാൻ ജസ്റ്റ് സ്പേസ് കൊടുത്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക, നമ്പർ 55, അപ്പൊ എറർ കിട്ടുക. അതിന് വരെ നമ്പർ ഈക്വൽ ടു 56. ഇപ്പൊ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ യൂസ് ചെയ്യുക, ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുക, അതിനുശേഷം ആ നം ടൈപ്പ് ചെയ്യുക. അപ്പൊ എന്താ ടൈപ്പ് ചെയ്ത്? നമ്മിന്റെ അകത്ത് എന്താണുള്ളത്? 56, അത് സ്റ്റോർ ചെയ്തു. ഈ വേറെ നമ്പർ സ്റ്റോർ ചെയ്യണമെങ്കിൽ നം 2 ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഈക്വൽ കൊടുത്തു, അതിനുശേഷം സ്പേസ് കൊടുത്താലും എറർ കിട്ടും. ഞാൻ 67 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ അപ്പോഴും എറർ കിട്ടും. നമ്മൾ ഈ ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സ്പേസ് കൊടുക്കാൻ പാടില്ല. ഇനി ഞാൻ സ്റ്റോർ ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ സ്റ്റോർ ആയിട്ടുണ്ടായിരിക്കും. അത് പ്രിന്റ് ചെയ്യണമെങ്കിൽ എക്കോ കൊടുക്കുക, ഡോളർ സിമ്പിൾ കൊടുക്കുക, നം 2 ടൈപ്പ് ചെയ്യുക. അപ്പൊ നം 2 എന്താണുള്ളത്? 67, അത് ഡിസ്പ്ലേ. അപ്പൊ ഇങ്ങനെ കൊടുത്താൽ അത് കറക്റ്റ് ആയിരിക്കും. നെയിം വിനായക്. ഇത് റോങ് ആണ്. അതായത് ഈക്വലിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അത് റോങ് ആയിട്ടാണ് ആൻസർ കിട്ടുക. പിന്നെ എക്കോ ഡോളർ നെയിം ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. ഡോളർ സിമ്പിൾ മീൻസ് ഗെറ്റ് ദി വാല്യൂ ഓഫ് ദി വേരിയബിൾ. ഡോളർ സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേരിയബിളിന്റെ വാല്യൂ എന്താണോ അത് കിട്ടാം. ഇവിടെ നമ്മൾ നെയിം ഈക്വൽ ടു വിനായകാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നെയിം എന്ന വേരിയബിളിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വിനായക് എന്നാണ്. അപ്പൊ സോ ഡോളർ നെയിം ഇസ് റീപ്ലേസ്ഡ് വിത്ത് വിനായക്. അപ്പൊ ഔട്ട്പുട്ട് വിനായക് കിട്ടും. ഇപ്പൊ നെയിമിന് പകരം നം ഈക്വൽ ടു 5 ആണെങ്കിൽ നം എന്ന വേരിയബിളിൽ എന്തായിരിക്കും വാല്യൂ? 5 ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് 5 ആയിരിക്കും കിട്ടുക. എക്കോ പ്രിന്റ്സ് വാട്ട് എവർ യു ഗീവ് ഇറ്റ്. വെൻ യു യൂസ് ഡോളർ നെയിം ബാഷ് എക്സ്പെൻസ് ടു ദി വാല്യൂ വിനായക്. അതായത് നെയിമിന്റെ അകത്ത് വിനായകാണുള്ളത്. അപ്പൊ ഡോളർ സിമ്പിൾ കൊടുക്കുമ്പോൾ നമ്മുടെ ബാഷ് അല്ലെ എക്സ്പെൻഡ് ചെയ്തിട്ട് വിനായക് എന്ന് പ്രിന്റ് ചെയ്യും. നമ്മൾ ഈ ഒരു സിമ്പിൾ ഫോർഗറ്റ് ചെയ്താൽ ജസ്റ്റ് എക്കോ നെയിം കൊടുത്താൽ ഔട്ട്പുട്ട് ജസ്റ്റ് നെയിം തന്നെ ആയിരിക്കും കിട്ടുക. സോ ഓൾവേസ് യൂസ് ഡോളർ വേരിയബിൾ ടു ഗെറ്റ് ദി വേരിയബിൾ വാല്യൂ. എപ്പോഴെങ്കിലും നമ്മൾ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് കിട്ടണമെങ്കിൽ എക്കോടൊപ്പം എപ്പോഴും നമ്മൾ ഡോളർ സിമ്പിൾ യൂസ് ചെയ്യുക. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. പിന്നെ ജസ്റ്റ് എക്കോ ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഈ ഒരു സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം ഡയറക്ടറിയാണ് പ്രിന്റ് ചെയ്യുക. എക്കോ ഈ ഒരു സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഹോം വിനായക് പീജി എന്നാണ് പ്രിന്റ് ചെയ്യുക. ഞാൻ എക്കോ കൊടുത്തിട്ട് അപ്പൊ 2 തവണ കൊടുത്തു കഴിഞ്ഞാൽ 2 ഹോം വിനായക് പീജി പ്രിന്റ് ചെയ്യില്ല. ഞാൻ 2 തവണ കൊടുത്തു ഇരിക്കുക. അതിനുശേഷം 2 തവണ കൊടുത്തു കഴിഞ്ഞാൽ സാധാ മീനിങ് കിട്ടുക.
ഒറ്റ തവണയായിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ ഈ ഹോം വിനായക് വിജയൻ പ്രിന്റ് ചെയ്യുള്ളൂ. 2 തവണ കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ എക്കോ കമന്റ് യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യില്ലേ, ആ ഒരു മീനിങ് മാത്രമേ കിട്ടുള്ളൂ. കേട്ടാ? വാട്ട് ഡസ് ഈ ഒരു സിമ്പിൾ, ഈ സിമ്പിളിന്റെ പേര് ടൈൽഡ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? ദ ടൈൽഡ് ഈസ് എ ഷോർട്ട് കട്ട് ഫോർ യുവർ ഹോം ഡയറക്ടറി. ഹോം ഡയറക്ടറി പ്രിന്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ്. എക്സാമ്പിൾ, ഇഫ് യുവർ യൂസർ നെയിം ഈസ് വിനായക് ആൻഡ് യുവർ ഹോം ഡയറക്ടറി ഈസ് ഹോം വിനായക് ആയിരിക്കും. അപ്പൊ ദെൻ ഈ ഒരു സിമ്പിൾ കൊടുത്ത അതിന്റെ മീനിങ് ഇതാണ്. അപ്പൊ എന്താ നമ്മൾ ഇങ്ങനെ ഈ ഒരു എക്കോ ഈ ഒരു സിമ്പിൾ കൊടുത്ത എന്താ നടക്കുന്നു മനസ്സിലാവണമെങ്കിൽ, വാട്ട് ഹാപ്പൻസ് വിത്ത് എക്കോ ടൈൽഡ് സിമ്പിൾ, ദി ഷെൽ എക്സ്പെൻസ് ടു യുവർ ഹോം ഡയറക്ടറി. അതായത് ഈ ഒരു സിമ്പിളിന്റെ അവിടെ ആക്ച്വലി മീനിങ് എന്താ? ഹോം വിനായകാണ്. അപ്പൊ എക്കോടെ അവിടെ ഈ ഒരു സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇതിന്റെ മീനിങ് എന്താ വരിക? ആ എക്കോ മാറിയിട്ട് ഹോം വിനായക് എന്നായിരിക്കും. ഈ ഒരു സിമ്പിൾ മാറിയിട്ട് അവിടെ നമ്മുടെ ബാഷ് ഷെൽ എക്സ്പെൻഡ് ചെയ്തിട്ട് ഹോം വിനായക് എന്ന് എക്സ്പെൻഡ് ആയിരിക്കും. അപ്പൊ എന്താ സാധാ എക്കോയുടെ അർത്ഥം എന്താ? എക്കോക്ക് ശേഷം എന്താണോ എഴുതുന്നത് അത് പ്രിന്റ് ചെയ്തിരിക്കും. അതാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ വാട്ട് ഹാപ്പൻസ് എക്കോ വിത്ത് 2 തവണ കൊടുക്കുകയാണെങ്കിൽ 2 തവണ പ്രിന്റ് ആയിരിക്കില്ല. അതായത് ഹിയർ 2 തവണ നമ്മൾ കൊടുത്തു. അപ്പൊ ഡസ് നോട്ട് എക്സ്പെൻഡ് ഹോം വിനായക് ഹോം വിനായക്. ഓൺലി എ സിംഗിൾ ടൈൽഡ് ഹാസ് എ സ്പെഷ്യൽ മീനിങ് ഇൻ ദി ഷെൽ. അതായത് ഒറ്റ തവണ കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്പെഷ്യൽ മീനിങ് ഉള്ളൂ. 2 തവണ കൊടുക്കുമ്പോൾ ജസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആയിരിക്കും. സോ എക്കോ പ്രിന്റ്സ് ഇറ്റ് ലാറ്ററലി. അതായത് ഞാൻ അതാണ് ഇവിടെ പറഞ്ഞത്. എക്കോ കൊടുത്തിട്ട് ഞാൻ 2 തവണ പ്രിന്റ് ചെയ്തു. അപ്പൊ 2 പകരം 3 തവണ സിമ്പിൾ കൊടുത്തിട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സാധാ ഒരു മീനിങ് അല്ലോ. അതിന് പകരം ഒറ്റ തവണ ആണെങ്കിൽ അതിന്റെ അർത്ഥം കിട്ടും. അതായത് അതിന്റെ മീനിങ് പറഞ്ഞാൽ ഹോം ഡയറക്ടറി പ്രിന്റ് ചെയ്യാനാണ്. ഇനി ജസ്റ്റ് LS ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ LS PWD ടൈപ്പ് ചെയ്ത് കൊടുത്താലും കിട്ടും ഹോം ഡയറക്ടറി. അപ്പൊ നമുക്ക് യൂട്യൂബ് വരെ പോകണമെങ്കിൽ അതിന് വേണമെങ്കിൽ എക്കോ കമന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. എക്കോ കൊടുത്തു, ഡോളർ കൊടുത്തു, അതിനുശേഷം യൂട്യൂബ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ കണ്ട ഈ ഒരു സിമ്പിള് റീപ്ലേസ് ചെയ്തിട്ട് ഹോം വിനായക് ബീച്ച് വരെയുള്ള പ്രിന്റ് ആയി. അതിനുശേഷം യൂട്യൂബ് വരെയുള്ളത് പ്രിന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാനും എക്കോ ഡോളർ ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. ഇനി എസ്കേപ്പ് സീക്വൻസ് ഫോർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വിത്ത് വർക്ക് വിത്ത് ഹൈഫണിങ്. അങ്ങനെ കുറച്ച് എസ്കേപ്പ് സീക്വൻസ് ഉണ്ട്. അത് വർക്ക് ആവണമെങ്കിൽ എക്കോ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഹൈഫൺ ഈ ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ ഹൈഫൺ ഈ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഹലോ, അതിനുശേഷം /n ഹലോ ഹലോ /n ഹലോ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ ഈ ഹലോ 3 ലൈനിലായിട്ടും പ്രിന്റ് ചെയ്യിക്കുക. അതായത് ഈ /n അർത്ഥം, അതായത് ഈ /n അർത്ഥം പറഞ്ഞ ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യിക്കാനാണ് യൂസ് ചെയ്യുക. അത് ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാനുള്ള എസ്കേപ്പ് ക്യാരക്ടറാണ്. ഈ എസ്കേപ്പ് ക്യാരക്ടേഴ്സ് പ്രിന്റ് ചെയ്യുന്ന എന്താ വർക്ക് ആവണമെങ്കിൽ എക്കോക്ക് മുന്നിൽ നമ്മൾ ഹൈഫൺ ഇ കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഇതേ കമന്റ് തന്നെ ഹൈഫൺ ഇ കൊടുക്കാണ്ട് ടൈപ്പ് ചെയ്തിരിക്കുക. ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാ അതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഹലോ /n ഹലോ /n. അതായത് കംപ്ലീറ്റ് മുടിച്ച് സിംഗിൾ ലൈനിലാണ് പ്രിന്റ് ചെയ്യുക. ഈ /n ഒരു പ്രത്യേക മീനിങ് ഒന്നും കിട്ടില്ല. അപ്പൊ മെയിൻ മീനിങ് കിട്ടണമെങ്കിൽ ഹൈഫൺ ഇയും കൂടി ടൈപ്പ് ചെയ്യണം. ഇപ്പൊ /n ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യണ മീനിങ് കിട്ടിയുള്ളത്. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ /n അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാ ഇവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ന്യൂ ലൈൻ പ്രിന്റ് ചെയ്തു. ഇനി ജസ്റ്റ് എക്കോ കൊടുത്തു കഴിഞ്ഞാൽ empty ന്യൂ ലൈൻ കിട്ടും. കണ്ടാ ജസ്റ്റ് എക്കോ കൊടുത്തു കഴിഞ്ഞാൽ ഒരു empty ന്യൂ ലൈൻ കിട്ടാൻ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി എക്കോ കൊടുത്തതിന് ശേഷം ഹൈഫൺ ഇ എസ്കേപ്പ് ക്യാരക്ടറിന്റെ വേറെ ഉണ്ട്. ഞാനിപ്പോ ഹായ് അതിനുശേഷം /t കൊടുത്തു വിചാരിക്കുക. ഹായ് /t ഹായ് /t ഹായ് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഹായ്ക്ക് ശേഷം ഓരോ ടാബ് സ്പേസ് കിട്ടും. ടാബ് സ്പേസ് കിട്ടാനാണ് /t യൂസ് ചെയ്യുക. പിന്നെ എക്കോ ഹൈഫൺ ഇ കൊടുത്തു. ഇപ്പൊ ഹൈഫൺ ഇ കൊടുക്കാണ്ട് ഇപ്പൊ ഞാനിപ്പോ എനിക്ക് ഇതാണ് പ്രിന്റ് ചെയ്യുന്നത്. അതായത് ഹായ് / ഹായ് ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. കാരണം സിംഗിൾ ഡബിൾ കോട്ടേ കൊടുത്തിട്ടില്ല. ഒന്നും കൂടി കൊടുത്താൽ മാത്രമേ ആൻസർ കിട്ടില്ലൂ. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടിയേ? ഹായ് ഹായ്. എനിക്ക് ഡബിൾ കോട്ട് പ്രിന്റ് ആയില്ല ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഡബിൾ കോട്ടും കൂടി പ്രിന്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ആവശ്യം വരികയാണെങ്കിൽ ഡബിൾ കോട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഹായ് ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഒരു / കൊടുക്കുക, അതിനുശേഷം ഡബിൾ കോട്ട് കൊടുക്കുക, അതിനുശേഷം ഹായ് കൊടുക്കുക, വീണ്ടും ഡബിൾ കോട്ട് കൊടുക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇപ്പൊ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? നമ്മൾ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടി. ഹായ് ഹായ് അതിന്റെ നടുവിൽ ഡബിൾ കോട്ട് കിട്ടി. അപ്പൊ നമുക്ക് 3 തവണ ഡബിൾ കോട്ട് കൊടുത്തപ്പോൾ ഇത് വർക്കായി. അങ്ങനെ വർക്കാവാൻ കാരണം നമ്മൾ ഈ ഒരു സിമ്പിൾ കൊടുത്ത കാരണമാണ്. പിന്നെ ഈ ഒരു ഡബിൾ കോട്ട്, അതായത് എക്കോ ഹൈഫൺ ഇ ഹായ് / കൊടുക്കുക, ഈ ഒരു സിമ്പിൾ കൊടുക്കുക, അതിനുശേഷം ഹായ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും ഈ ഒരു ഔട്ട്പുട്ട് കിട്ടും. കണ്ടോ എസ്കേപ്പ് ക്യാരക്ടർ. അപ്പൊ എസ്കേപ്പ് ക്യാരക്ടർ ഏതൊക്കെ ഉണ്ട്? /n യൂസ് ചെയ്ത /n യൂസ് ചെയ്ത ന്യൂ ലൈൻ, /t പറഞ്ഞ ടാബ്, /ന് ഈ ഒരു സിമ്പിള്, പിന്നെ ഡബിൾ കോട്ടിന് ഈ ഒരു സിമ്പിള്. പിന്നെ നമുക്കൊരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും എക്കോ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ LS ടൈപ്പ് ചെയ്ത് കൊടുത്തു.
ls ടൈപ്പ് കൊടുത്തപ്പോൾ ഇവിടെ ഒരു txt ഫയൽ ഇല്ല. txt ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്ത ഫയലിലേക്ക് നമുക്ക് കണ്ടന്റ് ആഡ് ചെയ്യും വേണം. അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്കോ കമന്റ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. എക്കോ അതിനുശേഷം ഫസ്റ്റ് ലൈൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ആരോ യൂസ് ചെയ്തു. ഇതാണ് അതിന്റെ സിമ്പിൾ. പിന്നെ ഫയലിന്റെ നെയിം കൊടുത്തു, ഫയൽ ഡോട്ട് txt. ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്തു. ഇനി ls ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫയൽ ഡോട്ട് txt കൊണ്ട് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഞാൻ ഫയലിന്റെ അകത്തുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ കാറ്റ് കമന്റ് യൂസ് ചെയ്യുക, ഫയൽ ഡോട്ട് txt യൂസ് ചെയ്യുക. ഫസ്റ്റ് ലൈൻ പണ്ടില് പ്രിന്റ് ആയിട്ടുണ്ട്. എനിക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നാനോ കമന്റ് യൂസ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. നാനോ ഫയൽ ഡോട്ട് txt കണ്ട ഫസ്റ്റ് ലൈൻ പണ്ടില് പ്രിന്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് എക്സിറ്റ് അടിക്കണമെങ്കിൽ കൺട്രോൾ എക്സിറ്റ് അടിക്കുക. കണ്ട നാനോ ഫയൽ ഡോട്ട് txt. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടന്റ് ആഡ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇനി എക്കോ കമന്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് സെക്കൻഡ് ലൈൻ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. സെക്കൻഡ് ലൈൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം വീണ്ടും അതേ ഏര കൊടുത്തു. അതിനുശേഷം ഫയൽ ഡോട്ട് txt കൊടുത്തു വയ്ക്കുക. ഇനി ഞാൻ കാറ്റ് കമന്റ് യൂസ് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യിക്കാൻ നോക്കി വയ്ക്കുക. അപ്പൊ കണ്ട സെക്കൻഡ് ലൈനിന് മാത്രമേ പ്രിന്റ് ആവുന്നുള്ളൂ. അതായത് ആ ഫയലിൽ ഇപ്പോ സെക്കൻഡ് ലൈനിന് നമ്മള് അപ്പൻഡ് ചെയ്തിട്ടില്ല. അതായത് ഫസ്റ്റ് ലൈൻ റിമൂവ് ആയിട്ട് അവിടെ ഈ ഒരു ലൈൻ മാത്രം വന്നു. അതാണ് അതിന്റെ അർത്ഥം. എനിക്ക് അപ്പൻഡ് ചെയ്യണം വിചാരിക്കുക. അതായത് സെക്കൻഡ് ലൈൻ വന്നു, അതിന് താഴെ തേർഡ് ലൈൻ കുടിച്ച് രണ്ടും കുടിച്ച് ഒറ്റ ഫയലിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യാനാണ് എക്കോ കൊടുക്കുക. അതിനുശേഷം രണ്ട് ആരോ കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ എനിക്ക് സെക്കൻഡിന് പകരം തേർഡ് ലൈൻ പണ്ട് പ്രിന്റ് ചെയ്ത് വെക്കുക. ഇനി കാറ്റ് കമന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ലൈനും തേർഡ് ലൈനും ഉണ്ടായിരിക്കും. അത് അപ്പൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് ആരോ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതായത് നമുക്ക് റൈറ്റ് ഔട്ട്പുട്ട് ടു ഫയൽ. ദി എക്കോ കമന്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ക്രിയേറ്റ് ഫയൽസ്. ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഓർ അപ്പൻഡ് കണ്ടന്റ് ഓവർ റൈറ്റ് ഫയൽ. അതായത് ഉള്ള കണ്ടന്റ് ഓവർ റൈറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. എക്കോ ദിസ് ഇസ് ലൈൻ 1 ഫയൽ ഡോട്ട് txt. നമുക്ക് അപ്പൻഡ് ചെയ്യണമെങ്കിൽ അതായത് നമ്മൾ ഓൾറെഡി ചെയ്ത ലൈൻസ് ഡിലീറ്റ് ആവാൻ തന്നെ അപ്പൻഡ് ചെയ്ത് പോകണമെങ്കിൽ ദിസ് ഈസ് ലൈൻ 2 പിന്നെ 2 തവണ ഈ ആര് യൂസ് ചെയ്യുക. അതിനുശേഷം ഫയൽ ഡോട്ട് txt അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കണ്ടന്റ് ആഡ് ചെയ്തതിനു ശേഷം കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ കാറ്റ് അതിനുശേഷം ഫയൽ നെയിം കൊടുക്കുക. അപ്പൊ നമുക്ക് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ls ആകെ ഫയൽ ഡോട്ട് txt മാത്രമുള്ള ഫയലല്ലോ. വേറൊരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എക്കോ അതിനുശേഷം ഹൈഫൺ ഇ കൊടുത്തു വിചാരിക്കുക. എക്കോ ഹൈഫൺ ഇ ഹലോ /n ഹലോ /n ഹലോ കൊടുത്തു. അതിനുശേഷം അപ്പൻഡ് ചെയ്യണമെങ്കിൽ അപ്പൻഡ് അല്ല ജസ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ന്യൂ ഫയൽ അല്ലേ, ന്യൂ ഫയൽ ഡോട്ട് txt ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ചു. ഇനി ജസ്റ്റ് ls ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ന്യൂ ഫയൽ വന്നിട്ടുണ്ട്. അതിന്റെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ കാറ്റ് യൂസ് ചെയ്യുക, ന്യൂ ഫയൽ ഡോട്ട് txt. അതിലെങ്ങനെ വന്നുള്ളത് ഹലോ ഹലോ ഹലോ. എന്തുകൊണ്ടാ എസ്കേപ്പ് ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സ്ലാഷ് എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യിക്കാൻ. എനിക്ക് അപ്പൻഡ് ചെയ്യണം വിചാരിക്കുക. അപ്പൻഡ് ചെയ്യണമെങ്കിൽ വീണ്ടും എക്കോ യൂസ് ചെയ്യുക. എക്കോ യൂസ് ചെയ്തിട്ട് ഇപ്പൊ 3 ലൈൻ ഹലോ ആണ്. ഈ 4th ലൈനിൽ എനിക്ക് പ്രിന്റ് ചെയ്യിക്കുന്നത് 4th ലൈനിൽ 4 പ്രിന്റ് ചെയ്യിക്കണം വിചാരിക്കുക. ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അപ്പൻഡ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ 2 തവണ ആരോ കൊടുക്കുക. അതിനുശേഷം ന്യൂ ഫയൽ ജസ്റ്റ് പ്രിന്റ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കാറ്റ് കമന്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ 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 4 കണ്ടോ. 4th ലൈനിൽ 4 പ്രിന്റ് ചെയ്തു. എനിക്കിത് മൊത്തം അപ്പൻഡ് അല്ല ചെയ്യേണ്ടത്, റീറൈറ്റ് ആണ് ചെയ്യേണ്ടത്. അതായത് ഓവർ റൈറ്റ് ആണ് ചെയ്യേണ്ടതായിരിക്കും. ഓവർ റൈറ്റ് ആണ് ചെയ്യണമെങ്കിൽ മുന്നത്തെ യൂസ് ചെയ്യുന്നതിന് പകരം 2 ആരയ്ക്ക് പകരം സിംഗിൾ ആരോ കൊടുത്താൽ മതി. അതിന് 4ന് പകരം 1 ടൈപ്പ് ചെയ്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ ഇങ്ങനെ കിട്ടും. അതിനുശേഷം കാറ്റ് കമന്റ് യൂസ് ചെയ്യുക. കാറ്റ് കമന്റ് യൂസ് ചെയ്തപ്പോൾ 1 മാത്രമല്ലോ, അത് ഓവർ റൈറ്റ് ആയി. അപ്പൊ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും എക്കോ കമന്റ് യൂസ് ചെയ്യാൻ പറ്റും. ആ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഓവർ റൈറ്റ് ചെയ്യണമെങ്കിൽ സിംഗിൾ ആരോ റൈറ്റിലേക്ക് ഉള്ളത് കണ്ട, ഡബിൾ ആരോ കൊടുത്താൽ അപ്പൻഡ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് എക്കോ കമന്റിൽ പഠിക്കാനുള്ളത്. എക്കോ കമന്റിൽ നമുക്ക് വേരിയബിൾ പ്രിന്റ് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റും, അപ്പൻഡ് ചെയ്യാൻ പറ്റും.